എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ എപ്പോഴും ഒരു അരമണിക്കൂറെങ്കിലും മസാലയൊക്കെ പുരട്ടിയൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഏകദേശം 1 കിലോയിലും കൂടുതൽ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ചിക്കൻ പീസൊക്കെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും സാധനങ്ങൾ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇഞ്ചി ഇതുപോലെ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം വേണം അരച്ചെടുക്കാൻ. നമുക്ക് എത്ര എരിവ് വേണം അത്രയും എരിവും ഒരു വെളുത്തുള്ളി മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് കറക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി ഭാഗം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് ഇതേപടി ചിക്കൻ പീസസിലേക്ക് വേണമെങ്കിൽ തിരുമ്മി വെക്കാം. ഞാനിത് ഒരു പ്രാവശ്യം കൂടി ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. ചിക്കൻ പീസെല്ലാം മസാല പുരട്ടാനുള്ള സൗകര്യത്തിന് വേണ്ടി ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ബിരിയാണിക്കുള്ള മസാല ചേർക്കാം. അതിനു വേണ്ടിയിട്ട് 100 ഗ്രാം പെരുംജീരകം, കുറച്ച് കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും സാധനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതുപോലെയുള്ള സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ 4 ചേരുവകൾ മാത്രമേ ചേർക്കാറുള്ളൂ. ഇത്രയും ചേർക്കുമ്പോൾ തന്നെ നല്ല മണവും രുചിയും കിട്ടും. അരച്ചു വച്ചിരിക്കുന്ന കൂട്ടുകൾ 1.5 സ്പൂൺ ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, അടുത്തതായിട്ട് 2 സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ മസാല വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് നാരങ്ങ നീരാണ്. അരമുറി നാരങ്ങയുടെ നീരും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കാം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ ചിക്കൻ പീസ് മസാലയിൽ പുരട്ടിയൊന്ന് വെക്കണം. ഈ സമയത്ത് ബാക്കി ചേരുവകൾ തയ്യാറാക്കാം. ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. കുറച്ച് കിസ്മിസ്, കാഷ്യൂനട്ട്, സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇത്രയും സാധനങ്ങളാണ് ഡെക്കറേഷന് വേണ്ടിയിട്ട് വേണ്ടത്. കുറച്ച് ഡാൽഡയും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിതെല്ലാം വറുത്തെടുക്കുന്നത്. ഇതിന് പകരമായിട്ട് RKG ഉള്ളവർക്ക് RKG ഉപയോഗിക്കാം. 2 ടേബിൾ സ്പൂൺ ഡാൽഡയും 2 ടേബിൾ സ്പൂൺ നെയ്യും ഒരു പാനിലേക്ക് ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് വറുത്ത് കോരിയെടുക്കാം. അണ്ടിപ്പരിപ്പിൻ്റെ കളർ മാറുന്നതിന് മുമ്പ് തന്നെ കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടെ എന്നിട്ട് ഒന്നിച്ചങ്ങ് കോരിയെടുക്കാം. കാഷ്യൂനട്ടും കിസ്മിസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ എണ്ണയിൽ തന്നെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ വറുത്ത് കോരിയെടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സവോള നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ട് വറുത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. തലശ്ശേരി രീതിയിലുള്ള ബിരിയാണിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇതുപോലെ കൈമാരിയാണ് സാധാരണ ഉപയോഗിക്കാറ്. അതില്ലാത്തവർക്ക് ഇതുപോലെ നീളമുള്ള ബസ്മതി അരി ഉപയോഗിക്കാം. തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കുന്നതിന് ജീരകശാല അരിയും ഉപയോഗിക്കാറുണ്ട്. 2.5 കപ്പ് അരിയാണ് ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അടുത്തതായിട്ട് ഈ അരി ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട ഇത്രയും സാധനങ്ങളാണ്. ഇതിലേക്ക് കഴുകി വെള്ളം വാർന്ന അരിയിട്ട് ചെറിയ തീയിലിട്ട് വറുത്തെടുക്കാം. ഇതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അരി കുതിർത്ത് വെക്കാതെയാണ് ഇത് വറുത്തെടുക്കുന്നത്. അടുത്തതായിട്ട് സവോള വറുത്ത എണ്ണയിൽ തന്നെ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. ഒരുപാടങ്ങ് വറുത്തെടുക്കുന്നില്ല. ഒരു പകുതി വേവുന്നത് വരെ മാത്രമേ വറുത്തെടുക്കുന്നുള്ളൂ. ഈ സമയത്ത് അരി വേകുന്നതിനുള്ള വെള്ളവും കൂടെ അടുപ്പത്ത് വയ്ക്കും. അതിനു വേണ്ടിയിട്ട് 2.5 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ഇതിലേക്ക് കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും സാധനങ്ങളും കൂടി ഇട്ടിട്ടാണ് തിളപ്പിക്കുന്നത്. ഈ സമയത്ത് ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ സമയമായപ്പോഴേക്ക് വെള്ളം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് വറുത്തുകൊണ്ടിരിക്കുന്ന അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയമായപ്പോഴേക്ക് ചിക്കൻ വറുത്ത് റെഡി ആയിട്ടുണ്ട്. അടുത്ത സെറ്റും കൂടെ വറക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. ചിക്കൻ വറുത്ത് റെഡിയാകുമ്പോൾ ആ എണ്ണയിൽ തന്നെ ബാക്കി ചേരുവകൾ കൂടെ വഴറ്റിയെടുക്കാം. ഇത് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ്. ഇതും നേരത്തെ മാരിനേറ്റ് ചെയ്തതിൻ്റെ കുറച്ച് കൂട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 2 സവോള ഇടത്തരം വലുപ്പത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഇതെല്ലാം കൂടെ ചെറു തീയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇത്രയും ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടി ആകെ 4 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ.
4 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയമായപ്പോഴേക്ക് നേരത്തെ വഴറ്റാനിട്ടിരുന്ന സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. എണ്ണ തെളിയാൻ തുടങ്ങുമ്പോഴേക്ക് ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷവും ഇത് നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം. എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ വേവിക്കുമ്പോൾ ചെറിയ തീയിലിട്ട് വേണം വേവിക്കാൻ. ചിക്കനൊക്കെ വെന്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നെന്ന് മനസ്സിലാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആദ്യം തന്നെ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കരുത്. അവസാനം മാത്രമേ ഇതുപോലെ ചേർത്ത് കൊടുക്കാവുള്ളൂ. ചിക്കൻ റെഡിയായി കഴിയുമ്പോൾ ഈ ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പകുതി ചോറെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ബാക്കി ചോറിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കുറച്ച് സവോള വറുത്തതും അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ചിക്കൻ പീസും നമുക്ക് എത്ര ഗ്രേവി വേണം അതും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം മാറ്റി വെച്ചിരിക്കുന്ന ചോറ് കൂടെ അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് ചെറുതീയിൽ അടുപ്പത്ത് അടച്ചു വെക്കണം. ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഇതിന് മുകളിലായിട്ട് കുറച്ച് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിരിയാണിക്ക് നല്ലൊരു മണവും ടേസ്റ്റും കിട്ടും. ദം ചെയ്ത് ഒരു 5 മിനിറ്റിന് ശേഷം ബിരിയാണി എടുക്കുന്നതാണ് നല്ലത്. ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മണം കിട്ടും. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.